സിനിമയുടെ മുൻനിരയിൽ കാണാൻ സാധ്യതയുള്ള മുഖങ്ങളിൽ ഒന്നായി പ്രേക്ഷകർ എപ്പോഴും പറയാറുള്ള ഒരു പേരാണ് നടൻ മാത്യു തോമസിന്റേത്. കുമ്പളങ്ങി നൈറ്റ്സിലെ ഫ്രാങ്കി നെപ്പോളിയനായി മലയാള സിനിമയിലേക്ക് എത്തിയ മാത്യുവിന്റെ താരമൂല്യം വിജയ് ചിത്രത്തില് അഭിനയിച്ചതോടെ ഉയർന്നു. മലയാളവും കടന്ന് തമിഴിലും ശ്രദ്ധിക്കപ്പെട്ടു. ആരാധകരുണ്ടായി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കുമ്പളങ്ങി നൈറ്റ്സിന്റെ ഓഡിഷൻ നടക്കുന്ന വിവരം മാത്യു അറിഞ്ഞത്. സ്കൂളിൽ നടന്ന ഒരു ഓഡിഷനിൽ പങ്കെടുക്കുകയായിരുന്നു. കൂട്ടുകാർക്കൊപ്പം ചുമ്മാ പങ്കെടുത്ത് നോക്കിയതാണ്. കഴിവും ഭാഗ്യവും പിന്തുണച്ചതോടെ കുമ്പളങ്ങിയിലേക്കുള്ള അവസരം ലഭിച്ചു. 6 വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ 15ഓളം സിനിമകളിൽ അഭിനയിച്ചു. മിക്കവയും സൂപ്പർ ഹിറ്റായി. പ്രേമലുവാണ് മാത്യുവിന്റേതായി മലയാളത്തിൽ അവസാനം റിലീസ് ചെയ്ത സിനിമ. പുതിയ ചിത്രം കപ്പ് റിലീസിനൊരുങ്ങുന്നതിന്റെ ത്രില്ലിലാണ് യുവതാരം. നവാഗതനായ സഞ്ജു വി സാമുവല് സംവിധാനം ചെയ്ത കപ്പ് സാധാരണക്കാരനായ ഒരു കൗമാരക്കാരന്റെ സ്വപ്നങ്ങളുടെ